ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ടേ നല്ല സുഖമായി കിടന്നുറങ്ങാനുള്ള ഇക്കാൻ്റെ പ്ലാൻ അങ്ങോട്ട് എട്ടായിട്ട് മടക്കി കൈ കൊടുത്തിക്കണേ. നല്ല സെൻറ്റി അടിച്ചിട്ടും കൈയും കാലും പിടിച്ചിട്ടും ഞങ്ങൾ മൂന്നാളെ ഞങ്ങളെ കാര്യമായിട്ട് സാധിപ്പിച്ചിരിക്കണേ. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം, കുറേ ദിവസമായി പുറത്ത് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റി കണ്ട് അടിച്ചപ്പോൾ ഇക്ക ഫ്ലാറ്റായി. അങ്ങനെ ഞങ്ങൾ ദുബായിലോട്ട് വിട്ട് പോണ വൈതാ പമ്പ് കയറി ആ അവിടുത്തെ മിററിൽ കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ച് ജ്യൂസൊക്കെ മേടിച്ചിട്ടോ. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ദുബായ് ഔട്ട്ലെറ്റ് മാളിലോട്ട് വിട്ടു. അവിടെയും കുറച്ച് നേരം തേരാപ്പാര അങ്ങനെ നടന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അബുദാബിയിലോട്ട് പോരും കേട്ടോ ചെയ്ത്. ഒരുത്തി കണ്ടില്ലേ കണ്ണടയൊക്കെ വെച്ചിട്ടിരിക്കണത്. ഞങ്ങൾ കളിയാക്കുന്നത് രാത്രിയാണ് അവൾക്ക് കണ്ണട വെക്കാൻ നേരം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ ദുബായ് ഗസലിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പൊറാട്ടയും ചിക്കൻ ചില്ലിയും ബീഫ് റോസ്റ്റും ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രക്ക് പോരായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കണ ആ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അടിപൊളിയായത് നല്ല കഴിച്ചിട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിൽ